സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തിടെയാണ് LJPയുടെ ചുരുളി എന്ന ചിത്രം ഞാൻ യൂട്യൂബിൽ കാണുന്നത്. 2021 റിലീസാകുന്നത്. ഛായാഗ്രഹണത്തിനും മറ്റും സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചൊരു ചിത്രമാണ്. ഇതിനു മുമ്പ് പലപ്പോഴായി വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിൻ്റെ വീഡിയോ പേജിലുമൊക്കെ ഇതിൻ്റെ ചിത്രത്തിൻ്റെ ക്ലിപ്പിങ്സ് കാണുകയുണ്ടായി. ക്ലിപ്പിങ്സ് കണ്ട ഞാനന്ന് അത്ഭുതപ്പെട്ടു പോയി. കാരണം മിക്ക കഥാപാത്രങ്ങളും തെറിയഭിഷേകം നടത്തുകയാണ്. അപ്പോൾ പണ്ടൊക്കെ ഒരു സിനിമയുടെ ടൈറ്റിലോ അതിൻ്റെ ഡയലോഗ്സിലോ ചെറിയ എന്തെങ്കിലും കല്ലുകടി ഉണ്ടെങ്കിൽ സെൻസർ ബോർഡ് ഉടൻ അതിനെ നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ടവരോട് നിർദ്ദേശിക്കും. പിന്നെ അതിൻ്റെ അപ്പീലിന് സെൻട്രൽ കമ്മിറ്റിയിലേക്ക് നിർമ്മാതാക്കൾ ചിത്രം അയക്കുക. പിന്നെ കുറേ പ്രശ്നങ്ങൾക്ക് ശേഷമാവും റിലീസിങ്ങിന് ചിത്രം സജ്ജമാവുക. ഇതൊക്കെ നമ്മുടെ ധാരാളം കേട്ടിട്ടും വായിച്ചിട്ടും ഒക്കെ ഉണ്ട്. ഇതെങ്ങനെ ഈ ചുരുളി എന്ന സിനിമയിലെ ഈ അസഭ്യവർഷം സെൻസർ ബോർഡ് നീക്കാതെ പ്രദർശനത്തിന് അനുമതി കൊടുത്തു എന്നുള്ളത് അത്ഭുതം തോന്നുന്നു. LJPയുടെ ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളിൽ പലരും ഈ ചിത്രം കണ്ടിരിക്കും. ചിലപ്പോൾ കുടുംബത്തോടുകൂടി കാണാൻ ഇതിലെ അസഭ്യവർഷം നിങ്ങൾക്കൊരു തടസ്സമായിരിക്കാം. എങ്കിൽ പോലും നിങ്ങൾ ഇതിലെ ആൺ സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കും. ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ വിഷ്വൽസില് വൾഗാരിറ്റി പാടില്ല, അതേസമയം ശബ്ദപദത്തിലെ വൾഗാരിറ്റി സംഭാഷണത്തിലും മറ്റും അനാവശ്യ വാക്കുകളുടെ ഉപയോഗം സെൻസർ ബോർഡിന് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ചിത്രം കണ്ടിട്ട് എനിക്ക് വലിയ അതിൻ്റെ കഥാ ആഖ്യാനത്തെക്കുറിച്ചൊന്നും വലിയ അറിവുണ്ടായില്ല. അതെൻ്റെ പരിമിതിയായിരിക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. പിന്നെയാണ് അതിനെക്കുറിച്ചിറങ്ങിയ നിരൂപണങ്ങളിൽ ഞാൻ കണ്ണോടിക്കുന്നത്. അപ്പോഴാണ് ഇത് അന്യഗ്രഹ ജീവികളുടെ പിന്നെ തീച്ചാമുണ്ടി തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ സിനിമയിൽ കൂടുതലും ചർച്ച ചെയ്യുന്നതെന്ന് നിരൂപകന്മാർ പറയുന്നു. അപ്പം അതെന്ത് തന്നെ ആയിക്കോട്ടെ, ഇതിലെ അതിൻ്റെ ഓപ്പണിംഗ് ഷോട്ട് തന്നെ ഒരു നമ്പൂതിരി ഒരു പന്ത് പോലൊരു സാധനത്തിനെ തലച്ചുമടായി കൊണ്ട് നടക്കുന്നതാണ്. ആ പന്ത് ഈനാമ്പേച്ചിയാണെന്ന് പിന്നീട് വ്യക്തമാവുന്നു. അപ്പോൾ സംവിധായകന്റെ ആ ബിംബകൽപ്പനയും കാര്യങ്ങളും ഒക്കെ നന്ന്. എന്നാലും സാധാരണ ഒരു ആസ്വാദകനെ സംബന്ധിച്ച്, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ധാരാളം ഫിലിം സൊസൈറ്റിയിലും അല്ലാതെ ടെലിവിഷനിലുമൊക്കെ ധാരാളം സിനിമകൾ ഒരു പഠന താല്പര്യത്തോടുകൂടെ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എന്നിട്ട് പോലും ആസ്വാദനം സാധ്യമായില്ല എന്നതാണ് വിഷയം. പക്ഷെ ആ ഒരു മൂഡ്, ഒരു ഒറ്റപ്പെട്ട ഒരു ഗ്രാമത്തിന്റെ ആ ഒരു മൂഡ് നിലനിർത്താൻ ഛായാഗ്രാഹകനും സംവിധായകനും കഴിഞ്ഞിരിക്കുന്നു. പിന്നെ സാങ്കേതിക മേന്മയും, ചിത്രത്തിന്റെ സാങ്കേതിക മേന്മ എടുത്ത് പറയേണ്ടതാണ്. അതിൻ്റെ എഡിറ്റിങ്ങിന്റെ ആ ഒരു ചിത്രത്തിന്റെ മൂഡിനനുസരിച്ചുള്ള ഒരു പേസുമൊക്കെ അംഗീകരിച്ചേ മതിയാവും. പക്ഷേ കഥാപാത്രങ്ങളുടെ തീച്ചാമുണ്ടിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അന്യഗ്രഹജീവികളുടെ സംഭാഷണം ഈ പച്ചത്തെറിയാണോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. ഏതായാലും ചിത്രം ഒരു ചെറിയ വിഭാഗം നിരൂപകരുടെയും അവാർഡ് കമ്മിറ്റിയുടെയും ഒക്കെ ശ്രദ്ധ പിടിച്ചു പറ്റിയെന്ന് കേൾക്കുന്നു. എങ്കിലും സാധാരണ ഒരു ആസ്വാദകനെ സംബന്ധിച്ച് നെറ്റി ചുളിക്കാതെ ചിത്രം കാണുക ബുദ്ധിമുട്ടാണ്.
പണ്ട് ഞാനൊക്കെ 80കളിലെ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് കലിയുഗം എന്നൊരു ചിത്രം, തമിഴ് ചിത്രമായി ഇടയ്ക്ക് റിലീസ് ചെയ്തത് ഓർക്കുന്നു. അതായത് 88-ലാണെന്ന് തോന്നുന്നു, 88-ഓ 89-ഓ. തമിഴ് ചിത്രമാണ്. കെ സുഭാഷാണ് സംവിധായകൻ. അപ്പോൾ ആദ്യം കലിയുഗം എന്നാണ് പോസ്റ്റർ നാൽക്കവലകളിലൊക്കെ ഒട്ടിയിരുന്നത്. അന്ന് നാൽക്കവലകളുടെ പോസ്റ്ററും പത്രപരസ്യവും ഒക്കെ ആണല്ലോ അന്നത്തെ സിനിമയെക്കുറിച്ചുള്ള അറിവിൻ്റെ കവാടങ്ങൾ. ഇതുപോലുള്ള മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊന്നും വന്ന് കാണുകയല്ല. അന്ന് സോഷ്യൽ മീഡിയ തന്നെ ഇല്ലല്ലോ. അപ്പോൾ ഏതാനും ചിത്രം റിലീസിൻ്റെ അന്ന് രാവിലെ ആ കലി എന്നുള്ളത് പേന കൊണ്ടോ ചാർക്കോൾ കൊണ്ടോ കട്ട് ചെയ്തിരിക്കുന്നത്, ഇൻഡ്യോ മാർക്കിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ യുഗം മാത്രമാണ്. പിന്നെ സിനിമ ഞാൻ കണ്ടപ്പോഴും യുഗം എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര് സ്ക്രീനിൽ തെളിഞ്ഞത്. അപ്പോൾ അന്നൊരു സംസാരം, പരക്കെ ഒരു സംസാരം, സിനിമയെക്കുറിച്ച് താല്പര്യമുള്ളവരുടെ സംസാരത്തിൽ സെൻസർ ബോർഡാണ് എന്തോ ഒരു പ്രശ്നം കൊണ്ട് ആ കലി എന്ന വാക്ക് എടുത്തു മാറ്റാൻ നിർദ്ദേശിച്ചതെന്ന് കേൾക്കുന്നു. അപ്പോൾ ഈ കർശന നിലപാടുള്ള സെൻസർ ബോർഡ് ഈ ചുള്ളി എന്ന ചിത്രത്തിലെ ഈ അസഭ്യവർഷം, അത് ഈ ചാമണ്ടിയുടെ പേരിലായാലും അല്ല അന്യഗ്രഹ ജീവികളുടെ പേരിലായാലും അനുവദിച്ചതിൽ അത്ഭുതം തോന്നുകയാണ്. ഇപ്പോൾ അന്യഗ്രഹ ജീവികളൊക്കെ ഭാവിയിൽ നമ്മുടെ ഭൂമിയിൽ സ്ഥിര താമസം ആക്കിയാൽ മൊത്തം അസഭ്യവർഷമായിരിക്കുമല്ലോ എന്ന് ചിന്തിച്ചു പോവുകയാണ്. ചിത്രത്തിന്റെ സാങ്കേതിക മേന്മ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മികച്ചതാണ്. അടുത്തിടെയുള്ള ചിത്രങ്ങളെല്ലാം, എല്ലാ ചിത്രങ്ങൾക്കും സാങ്കേതിക മേന്മയുണ്ട്. ആ ഒരു മൂഡ് നിലനിർത്താൻ LJPക്കും ഛായാഗ്രാഹകനും എഡിറ്റർക്കും ഒക്കെ സാധിച്ചു, ശരിയാണ്. എങ്കിൽ പോലും ഈ അസഭ്യവർഷത്തിന്റെ യുക്തി മനസ്സിലാകുന്നില്ല മിസ്റ്റർ സംവിധായകൻ. നന്ദി, നമസ്കാരം.